ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ല പഴുത്ത പൈനാപ്പിളാണ്, നല്ല മധുരമുണ്ട്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. ലാസ്റ്റ് ഇതിലേക്ക് ആവശ്യമുണ്ട് 1/2 കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാ എരിവുള്ള മുളക് പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണിന്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നതിന്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിയുള്ള പൈനാപ്പിൾ ആണെന്ന് ഈ ഒരു ടൈമിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം മധുരം ഉള്ളതുകൊണ്ട് ഇപ്പൊ ചേർക്കുന്നില്ല, ലാസ്റ്റ് വെന്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഈ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക. അതിനുവേണ്ടി ജാറിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, 1/2 ടീസ്പൂണ് കടുക്, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതാണ് തൈര്. അതാ ഇതുപോലത്തെ ഒരു ബോട്ടിൽ തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൈനാപ്പിൾ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിൽ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ലസ്സി ആയിട്ടോ. അപ്പോഴേക്ക് ഇവിടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. പൈനാപ്പിൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടച്ചു വെക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ തേങ്ങയിൽ ഇതാ ചെറുതായിട്ട് അത് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ചട്ടിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈരും പൈനാപ്പിൾ കൂടെ അടിച്ചത് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചെറു ചൂടിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് കിട്ടിയിട്ടുള്ള പൈനാപ്പിൾ നല്ല മധുരമുള്ളതായതുകൊണ്ട് നേരത്തെ ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ലാസ്റ്റ് ടൈമിൽ 1.5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടെ ചേർത്ത് ഇളക്കി കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറവിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ നമുക്ക് ഇതിലേക്ക് പിന്നെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കട്ടെ, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്രാവശ്യം വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ലാസ്റ്റ് തൈരിന്റെ കൂടെ പൈനാപ്പിൾ അടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.